ശബരിമല സ്വർണ്ണക്കൊള്ള അന്വേഷണം ഉന്നതന്റെ മുന്നിലെത്തിയതോടെ പരിപാടി നിർത്താനുള്ള നീക്കം സജീവമായിരിക്കുന്നു. തൊണ്ടിമുതലിനെ കുറിച്ച് വ്യക്തമായി പറയാതെ അന്വേഷണം അവസാനിപ്പിക്കാൻ അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുണ്ടോ എന്നൊരു സംശയം കൂടി പുറത്തു വരുന്നുണ്ട്. ഇനി എത്ര കോളിളക്കം സൃഷ്ടിച്ചാലും തൊണ്ടിമുതൽ എന്നൊരു ഘടകം ഏതൊരു കേസിനും അത്യന്താപേക്ഷിതമാണ്, അനിവാര്യമാണ്. അതില്ല എങ്കിൽ അവസാനം ആ കേസ് ദുർബലപ്പെടും എന്നുള്ളതുകൊണ്ട് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അവസാനഘട്ട അന്വേഷണത്തിൽ പ്രത്യേക അന്വേഷണ സംഘം കടക്കുമ്പോൾ യഥാർത്ഥ തൊണ്ടിമുതൽ എവിടെയെന്ന ഒരു ചോദ്യമാണ് പുറത്തു വരുന്നത്. ആ ഒരു അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇതിനു വേണ്ടി നേതാക്കന്മാരെ, പ്രത്യേകിച്ച് CPM ഉന്നതരെ അങ്ങനെ ചോദ്യം ചെയ്യാൻ കഴിയില്ലെങ്കിലും വ്യവസായികളെ ചോദ്യം ചെയ്യാം. എന്നാൽ ഈ ചോദ്യത്തിന് ഗോവർദ്ധൻ ഇതുവരെ മറുപടി നൽകിയിട്ടില്ല. ഗോവർദ്ധനെയും പങ്കജ് ഭണ്ഡാരിയെയും കസ്റ്റഡിയിൽ വാങ്ങുന്നതിനായി അന്വേഷണ സംഘം കോടതിയിൽ നാളെ അപേക്ഷ നൽകാൻ പോവുകയാണ്. സ്മാർട്ട് ക്രിയേഷൻസിൽ വേർതിരിച്ചെടുത്ത സ്വർണം ആർക്ക് വിറ്റുവെന്ന കാര്യത്തിൽ ഇനിയും വ്യക്തത വന്നിട്ടില്ല. വ്യക്തത വരുത്താത്തതാണ്. കാരണം ആർക്ക് കൊടുത്തു എന്നറിഞ്ഞാൽ, പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ അയ്യപ്പൻ്റെ ദ്വാരപാലക ശില്പങ്ങൾ കൊണ്ടുപോയത് പ്രമുഖ വ്യവസായിയാണ്. ആ വ്യവസായിയോട് ചോദിക്കേണ്ടുന്ന ചോദ്യം നന്നായി ചോദിച്ചാൽ CPM നേതാക്കൾ പലരും അതിൽപ്പെടും. അതുകൊണ്ട് CPM നേതാക്കളുടെ പേരും പുറത്തു വരാതെ സൂക്ഷിക്കുകയും അവസാനം തൊണ്ടിമുതലില്ല എന്ന കണ്ടെത്തലിൽ അന്വേഷണം അവസാനിപ്പിക്കാനാണ് ഇപ്പോൾ SIT സംഘത്തിൻ്റെ നീക്കം എന്നാണ് അറിയുന്നത്. എന്നാൽ പാതി വഴിയിൽ ഉപേക്ഷിക്കാൻ കോൺഗ്രസ് തയ്യാറല്ല. അന്വേഷണം വഴിമുട്ടുന്ന ഇടത്ത് നിന്ന് തുടങ്ങുമെന്നൊരു ഉറച്ച നിലപാടിലാണ് കോൺഗ്രസ് നേതൃത്വം ഇപ്പോഴുള്ളത്. ആരെ രക്ഷിക്കാനാണ് ഈ മെല്ലെപ്പോക്ക് എന്ന് വളരെ വ്യക്തമായി അന്വേഷണ സംഘത്തോട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ചോദിക്കുമ്പോൾ തന്നെ അറിയാമായിരുന്നു. ഇപ്പോൾ അന്വേഷണം എത്തി നിൽക്കുന്നത് ഒരു ഉന്നതന്റെ മുന്നിലാണ്. അതുകൊണ്ട് ഇനി അന്വേഷണം ഇല്ല എന്നുള്ളതാണ് അന്ന് തീരുമാനിച്ചത്. പക്ഷേ ഹൈക്കോടതിയുടെ ശക്തമായ ഇടപെടൽ കൊണ്ട് തന്നെ അന്നുച്ചയ്ക്ക് തന്നെ 2 പ്രമുഖർ അറസ്റ്റിലായതാണ്. അത് നേരാവണ്ണം ചോദ്യം ചെയ്ത് വന്നാൽ യഥാർത്ഥ ഉന്നതനിലേക്ക് എത്തും എന്നുള്ളതിൽ സംശയമില്ല. സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നിൽ ബന്ധമുണ്ട് എന്ന് പ്രവാസി വ്യവസായി മൊഴി നൽകിയ D മണിയെ ചൊല്ലിയുള്ള വിവാദം ഇപ്പോഴും തീരുന്നില്ല. ആരാണ് വിവാദത്തിന് പിന്നിൽ എന്നുള്ളതും ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഇന്നലെ കണ്ടെത്തിയ MS മണി തന്നെയാണ് പ്രവാസി മൊഴി നൽകിയ D മണി എന്ന് ഉറപ്പിച്ചു പറയുകയാണ് SIT സംഘം. മറ്റുള്ളവരുടെ പേരിൽ 3 ഫോൺ നമ്പറുള്ള ഈ മണിക്ക് ഡിണ്ടിഗലിൽ വൻ ബന്ധങ്ങളുണ്ട് എന്നാണ് SIT കണ്ടെത്തിയിരിക്കുന്നത്. മാത്രമല്ല അവിടെ പ്രത്യേക സുരക്ഷ തന്നെയുണ്ട്. പോലീസ് അടക്കം മണിയെ തൊടാൻ ഭയക്കുന്നു എന്നുള്ളതാണ്. 6 വർഷം കൊണ്ട് മണിക്കുണ്ടായ സാമ്പത്തിക വളർച്ച, പോലീസിൽ ഉൾപ്പെടെയുള്ള സ്വാധീനം, ഇതെല്ലാം കണക്കിലെടുക്കുമ്പോൾ ഒരുപാട് ദുരൂഹത ഉണ്ട് എന്നാണ് SITയുടെ നിഗമനം. തിരുവനന്തപുരത്തെ SIT ഓഫീസിൽ ഹാജരാകാൻ മണിക്കും നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഈ ചോദ്യം ചെയ്യലാണ് ഇനി അതിനിർണായകം. ശബരിമല കേസിലെ അന്വേഷണത്തിന് നൽകിയ സമയപരിധി അവസാനിക്കാനിരിക്കെയാണ് പുതിയ വഴിത്തിരിവിലേക്ക് അന്വേഷണം നീങ്ങുന്നത്. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, ശബരിമല അടക്കമുള്ള ക്ഷേത്രങ്ങളിലെ സ്വർണവും സ്വർണ്ണപ്പാളികളും ഈ പറയുന്ന മണിയും അന്താരാഷ്ട്ര മാഫിയ സംഘങ്ങളും കച്ചവടം നടത്തിയതാണെങ്കിൽ അത് ഇവിടെ നിന്ന് എടുത്തുകൊടുത്തത് മാത്രമല്ല, ധൈര്യമായി കച്ചവടം നടത്താൻ ആവശ്യപ്പെട്ട ഒരു ഉന്നതനുണ്ട് അതിൻ്റെ പിന്നിൽ. അത് നല്ല അധികാരമുള്ള ആൾ തന്നെയാണ്. അയാളിൽ അന്വേഷണം എത്തുമ്പോഴാണ് SITക്ക് മുട്ടുവിറക്കുന്നത്.